ദിവസം അങ്ങനെ ഒരു കുട്ടിയെ അമ്മയെ നോക്കി നിൽക്കുന്നത് എന്റെ കണക്ക് ടീച്ചർ കണ്ടു. തലയ്ക്കൊരു കിഴുക്ക് തന്നിട്ട് നോക്കി നിന്ന് വെള്ളം ഇറക്കണ്ട, ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അമ്മയില്ലാത്തതിന്റെ വിഷമം അവർക്കറിയില്ലല്ലോ. മതി മതി, കൂട്ടിവെച്ചതെല്ലാം കൂടി പറയാൻ തുടങ്ങിയ ഞാൻ ചിലപ്പോ ഇവിടെ നിന്ന് കരയും. ഹലോ ജീവൻ, ജീവൻ, ഹരി, ഹരി, ജീവൻ. എടോ, എന്താ ഇത്? അവിടെ അവിടെ ഒന്നും ആരുമില്ല. ജീവനുണ്ട്. നിത്യ, അവിടെ ഒന്നുമില്ല. അവിടെ അവിടെ ജീവനെ ഞാൻ കണ്ടു. ജീവൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ തന്റെ തോന്നല. തനിക്ക് ഒരു കുഴപ്പമില്ല. ആ, ഒന്ന് റിലാക്സ് ആവുക, റിലാക്സ് ആവുക. ഇല്ല, അവിടെ ആരുമില്ല. താൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാ. തന്റെ കൂടെ ഞാനില്ലേ. ആ, ഒന്നുമില്ല, റിലാക്സ് ആവുക. ഞാനുണ്ടോ. ഇടയ്ക്കിങ്ങനെ ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിലെ ഓരോ വിഷമങ്ങളും ഞാനും ഓർത്തു പോവും. പക്ഷേ എന്റെ കൂടെയുള്ള ആ ഭീകരനുണ്ടല്ലോ, അമ്മാവൻ, ഈ സിനിമയിലൊക്കെ പറയാറില്ലേ ജിന്നെന്ന്, അതെന്നെയാ സംഭവം. ഈ സങ്കടവും തളർച്ചയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാ പുള്ളി എടുത്തു കളയുന്നതെന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും എന്നെക്കുറിച്ച് കരുതുന്നത് അമ്മാവൻ നട്ട് വളർത്തിയ ഒരു ചെടിയാണെന്ന്. ഭൂതകാലത്തിലെ വിങ്ങുന്ന ഓർമ്മകൾ ഉണ്ടാവുന്ന എഴുത്തുകാര്